1,20,00,000 രൂപ ഒരു ചെറിയ തുകയല്ല. ഈ 1,20,00,000 രൂപയ്ക്ക് വില മതിക്കുന്ന ഈ ഒരു വീട് കണ്ടോ, ഈ പിന്നിൽ കാണുന്നത്, ഇതുവരെ ആരും താമസിച്ചില്ലാത്തൊരു വീട്. ഇത് നിങ്ങൾക്ക് കിട്ടാനൊരു അവസരമുണ്ട്. ഇത് എങ്ങനെയാണ് പ്രേക്ഷകർക്ക് കിട്ടാനുള്ള ഒരു അവസരം? കൊടുക്കാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും കൊടുക്കാൻ തയ്യാറാണ്. കൊടുക്കാൻ തയ്യാറാണ്. അതെ അതെ. ശരി, അപ്പൊ അത് കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇത് ഞങ്ങൾ കൊടുക്കാൻ കുറച്ച് നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിലക്കല്ല, ഇത് ഞങ്ങൾ സെയിലിന് ഇട്ടേക്കായിരുന്നു കുറച്ച് നാളായിട്ട്. പക്ഷെ അത് വിൽപ്പന നടക്കാത്തത് കൊണ്ടാണ് മറ്റൊരു മാർഗം തേടുന്നത്. ശരി, ഏതായാലും അതിനു മുമ്പ് ഈ വീടൊന്ന് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. ഒന്ന് വരാമോ? ഓക്കെ. ഓക്കെ, ഇത് ഈ വീട് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണല്ലേ? പുനലൂർ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സ്ഥലം. ഇത് നിങ്ങൾ തന്നെ നിർമ്മിച്ച വീടാണോ? ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിലാണ് ഞങ്ങൾ ഈ വീട് വാങ്ങുന്നത്. ഈ വീട്ടിൽ ഇതുവരെ ആരും താമസിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ ഇത് താമസിക്കാൻ വേണ്ടി വാങ്ങിയതാ. പക്ഷെ ഞങ്ങൾക്ക് ഇത് താമസിച്ചിട്ടില്ല ഞങ്ങള്. കാര്യം നിങ്ങൾക്ക് വേറെ വീടുള്ളതുകൊണ്ട് നിങ്ങൾ താമസിച്ചു. അതെ അതെ. ശരി, ഇപ്പോ നിങ്ങൾ ഈ വീട് ആർക്കെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കണം അല്ലേ? ഇത് ഞങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ വിൽപ്പന നടക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ വീടിന്റെ സറൗണ്ടിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര, നമ്മൾ മൂന്നാറിലോ കൊടൈക്കനാലിലോ ഒക്കെ പോയൊരു ഫീലാണ്. ഇവിടെ എപ്പോഴും കോടമഞ്ഞും നല്ലൊരു ആംബിയൻസ് ആണ്. ഇതൊരു പക്ഷേ കിട്ടുന്ന ആളിന് ഇതൊരു ടൂറിസം പ്രോജക്ടിന്റെ ഭാഗമായൊക്കെ ഉപയോഗിക്കാൻ കഴിയും അല്ലേ? ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന ഈ വീടിന്റെ സിറ്റൗട്ടിലാണ്. ഇത് 2 നിലകളിലായി ക്രമീകരിച്ചിട്ടുള്ള ഒരു വീടാണ്. എത്ര ബെഡ്റൂം ഉണ്ട്? 4 ബെഡ്റൂം ആണ്. ഓക്കെ. പിന്നെ 4 അറ്റാച്ച്ഡ്, 2 ഹാള്, ഡൈനിങ്, 2 കിച്ചൺ, കാർ ഷെഡ്, വർക്ക് ഏരിയ. 2800 സ്ക്വയർ ഫീറ്റും 10 സെന്റ് സ്ഥലവുമാണ്. 10 സെന്റ് സ്ഥലം. അതെ അതെ. വെള്ളത്തിന്റെ ബോർവെൽ ഉണ്ട്, കോർപ്പറേഷൻ വാട്ടർ ഉണ്ട്, ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ്. നമ്മൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാനമായിട്ടും വീട് നിർമ്മിച്ചിരിക്കുന്ന തടിയൊക്കെ തേക്കാണ്. തേക്കും പ്ലാവും എല്ലാം ഉണ്ട്. അതെ അതെ അതെ. ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ചെയ്ത് റെഡ് ബ്രിക്സിലാണ് ഇത് പണിഞ്ഞേക്കുന്നത്, സിമന്റ് കട്ടയല്ല. കാരണം ഇതിന്റെ കൺസ്ട്രക്ഷൻ ടൈമിൽ ഞങ്ങൾ വന്ന് കണ്ടതാണ് ഈ വീട്. ഇതൊരു വില്ല പ്രോജക്ടിന്റെ അതെ, വില്ല പ്രോജക്ടിന്റെ ഭാഗമായിരുന്നു ഇത്. പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ തീർച്ചയായിട്ടും അത് നമ്മുടെ ഡോക്യുമെന്റിലുണ്ട്. ഒറിജിനൽ റേറ്റ് നിങ്ങളുടെ പേരിൽ തന്നെയാണ്? എന്റെ ഹസ്ബൻഡിന്റെയും പേരിലാണ് ആ വീട്. നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇപ്പൊ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അതെ അതെ. ഈ പദ്ധതി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു സമ്മാന പദ്ധതിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചതാണ്. അത് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. കാരണം ഞങ്ങൾ ഇത് വിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഒരുപാട് ആൾക്കാർക്ക് അറിയാം. ഞങ്ങളിത് കുറെ നാളുകൊണ്ടേ ഇതിന് സോഷ്യൽ മീഡിയയിൽ ആഡ് കൊടുക്കുകയും പത്രത്തിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പിനെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വീട് കൊടുക്കുന്നതാണ് അല്ലേ? അതെ അതെ. അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇത് എത്ര നാളായിരിക്കും ഇതിന്റെ ഒരു കാലാവധി? അതായത് എത്ര നാളുകൊണ്ടായിരിക്കും ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇത് ജനുവരി ലാസ്റ്റ് 26th ആണ്. പിന്നെ ഡേറ്റ് കൺഫേം ചെയ്തില്ല, ചെയ്തിട്ട് അറിയിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ നിലവിൽ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. അതെ അതെ. നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് കൂപ്പൺ കൊടുക്കുന്നു. അതിൽ നിന്ന് ഒരാളായിരിക്കും ഈ വീടിന് അർഹത. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ ഒന്ന് പറ്റി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഹോം മെയ്ഡ് പിക്കിൾസ് ആണ്. അത് കൂടുതലും ഞങ്ങൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ടൂണയും ഡേറ്റ്സും ആണ്. പക്ഷെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഏത് പ്രോഡക്റ്റ്, കസ്റ്റമർ ഏത് പിക്കിൾസ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതെ അതെ. ഹോം മെയ്ഡ് ആണ്. NRIs ഒക്കെ ഒരുപാട് പേര് നമ്മളെ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. അതെ അതെ അതെ. ശരി, അപ്പോ ഈ പറഞ്ഞ പോലെ ഈ വീടിന്റെ സ്പെക്കിലോട്ട് നമുക്കൊന്ന് തിരിച്ചു വരാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ്, അതായത് ഇലക്ട്രിക്കൽസ്, പ്ലംബിങ്സ്, പിന്നെ ഈ ഫ്ലോറിംഗ് മെറ്റീരിയൽസ്, ഇതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി സാധനങ്ങളായിരുന്നു. അതെ, ഞങ്ങൾ ഇത് വാങ്ങിയ സമയത്ത് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള കൺസ്ട്രക്ഷൻ, അതെ അതെ, ഏറ്റവും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചത്. 2014 ഇതിന്റെ കൺസ്ട്രക്ഷൻ നടന്ന ടൈമിലാണ് ഞങ്ങൾ ഇത് വാങ്ങുന്നത്. ഏകദേശം 2018 കൂടി ഇപ്പോഴത്തെ ഫിനിഷ് ആയി. പിന്നീട് അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായത്. ഇല്ല, ഇത് പുതിയ വീട് തന്നെയാണ്. അതെ, പെയിന്റില് കുറച്ച് ഫെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിൽ ഇവരിത് കൊടുക്കുന്നതിന് മുൻപ് ക്ലിയർ ചെയ്തേ കൊടുക്കുള്ളൂ. ക്ലിയർ ചെയ്ത്, അതായത് ഒരാളിന് വന്ന് കയറി താമസിക്കാനുള്ള രീതിയിലായി കൊടുക്കും അല്ലേ? ഞങ്ങൾ ഇത് വാങ്ങിയ സമയത്ത് എത്രയും ഭംഗി ഉണ്ടായിരുന്നോ അത്രയും ഭംഗിയായിട്ട് തന്നെ ആയിരിക്കും. പുതിയ വീട് കിട്ടിയ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ കൊടുക്കുള്ളൂ. ശരി, ഒരു വലിയ വാഹനമൊക്കെ അത്യാവശ്യം പാർക്ക് ചെയ്യാൻ പറ്റുന്ന കാർ ഷെഡ് ഉണ്ട് ഇവിടെ. ഈ കോമ്പൗണ്ടിൽ എങ്ങനെ പോലും ഒരു 3-4 കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇതിപ്പോ ഹോളാണല്ലേ? അതെ. വന്ന് കയറുമ്പോ ഒരു അത്യാവശ്യം നല്ലൊരു, ഇത് വന്നിട്ട് ഡൈനിങ് ഏരിയ ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ഫസ്റ്റ് ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് ആണ് അല്ലേ? അറ്റാച്ച്ഡ്. ഓക്കെ. ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. വാഷ്റൂം ഉണ്ട്. വാഷ്റൂം ഒക്കെ ഫിനിഷ് ചെയ്തായിരിക്കും ഇവർ കൊടുക്കുന്നത്. ഇത് മോഡുലാർ കിച്ചൺ ആക്കി ചെയ്യാറുള്ളത് അല്ലേ? ഇത് സെക്കൻഡ് ഏരിയ.
ഇവിടെ സ്റ്റോർ റൂം ഇത് സ്റ്റോർ റൂമാണ്. ഓക്കെ. പിന്നെ പുറത്ത് വർക്ക് ഏരിയ അത് ഞങ്ങൾ എക്സ്ട്രാ പണിഞ്ഞതാണത്. വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ഇവിടെ തന്നെ സെക്കൻഡ് ബെഡ്റൂം. ഇത് സെക്കൻഡ് ബെഡ്റൂം ആണ്. വാഷ്റൂം ആണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഇനിയുള്ളത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ്. ഈ സ്റ്റെയർ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. രണ്ട് ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു റെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇത് അത്യാവശ്യം ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അല്ലേ. അതെ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് ബെഡ്റൂം ഉണ്ട് അല്ലേ. രണ്ട് ബെഡ്റൂം. താഴത്തെ ബെഡ്റൂമിന് സെയിം സൈസ് തന്നെ ഉള്ളതാണ്. രണ്ടിനും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, വാഷ്റൂം ഉണ്ട്. ഇതൊരു ബാൽക്കണി പോലെയാണ് അല്ലേ. ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ കഴിയും. വളരെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല പച്ചപ്പൊക്കെയുള്ള കോടമഞ്ഞൊക്കെ ഉള്ള. ഇപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഉച്ച സമയമാണ്. രാവിലെയും വൈകുന്നേരമൊക്കെ നല്ലൊരു കോടമഞ്ഞൊക്കെ ഉള്ള നല്ലൊരു സമാധാന അന്തരീക്ഷത്തിൽ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല സൈലന്റ് ഏരിയ ആണ്. അപ്പോൾ ഈ സെക്കൻഡ് ഫ്ലോറിൽ വന്നിട്ട് ഈ രണ്ട് ബെഡ്റൂം ആണുള്ളത്, അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ടോട്ടലി ഈ വീട്ടിൽ എത്ര ബെഡ്റൂം ഉണ്ട്? 4 ബെഡ്റൂം. 4 ബെഡ്റൂം. 4 ബെഡ്റൂം 4 വാഷ്റൂം. ഈ ഒരു സ്ഥലം ഈ ഇതിന്റെ ഒരു സ്റ്റെപ്പ് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം ഷീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ജിമ്മായിട്ടോ വാഷ് ഏരിയ ആയിട്ടോ ഇവിടെ അത്യാവശ്യം ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജിമ്മൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു വാഷ് ഏരിയ ആയിട്ടൊക്കെ എടുക്കാം. ഇവിടെ നിന്ന് തന്നെ ഈ ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റെയറൊക്കെ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിന്റെ ചുറ്റും കാണാനുള്ള ഒരു ഭംഗിയാണ്. നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൂന്നാറിലോ കൊടൈക്കനാലിലോ ഒക്കെ പോയൊരു ഫീലാണ്. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഈ വീഡിയോയിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ ഉണ്ട്, 2 ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പൊ അതിലേക്ക് വാട്സാപ്പിൽ ഹായ് അയക്കാം. അപ്പൊ QR കോഡ് അയച്ചു കൊടുക്കും. പേയ്മെന്റ് ചെയ്തതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്നത് ടൂണയും ഡേറ്റ്സും ആണ്. പിന്നെ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഒരു ബോട്ടിൽ പിക്കിളിന് 600 രൂപയാണ്. ഒരു ബോട്ടിൽ വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ. ഒരാൾക്ക് എത്ര കൂപ്പൺ വേണമെങ്കിലും ഇടും. അതെ. ഈ നറുക്കെടുപ്പൊക്കെ വളരെ സുതാര്യമായിരിക്കും. സുതാര്യമായിരിക്കും. തന്നെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുള്ളൂ. ഒന്നുമില്ല. അപ്പോ അത് തന്നെ എന്റെ ഹൈലൈറ്റ്. ഇപ്പോൾ ഇവര് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ആ കൂപ്പൺ നിന്ന് ഡ്രോ ചെയ്ത്, അതായത് അവർ ജനുവരിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ജനുവരിയിൽ എത്ര ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടോ, എത്ര പേർക്ക് കൂപ്പൺ കിട്ടിയിട്ടുണ്ടോ, അതിൽ നിന്ന് ഡ്രോ ചെയ്ത് ഒരാളിനെ സെലക്ട് ചെയ്യും. ഈ കൂപ്പൺ വാങ്ങാനുള്ള രീതിയൊക്കെ അവർ പറഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. ജസ്റ്റ് ഈ വാർത്തയിൽ കാണുന്ന നമ്പറിൽ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ അവർ കസ്റ്റമറിനെ കോൺടാക്ട് ചെയ്യുകയും അവിടെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് ആ പേയ്മെന്റ് കിട്ടിയാൽ അപ്പോൾ തന്നെ അവർ ഓൺലൈനായിട്ട് അവർ കൊറിയറിൽ അയച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ അതിന്റെ സമ്മാന കൂപ്പൺ വേണ്ട നടപടികൾ ആരംഭിക്കുകയും ചെയ്യും. സുതാര്യമായിട്ടാണ് ഇതിന്റെ നറുക്കെടുപ്പൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറയുന്നു. അതൊരു സ്ത്രീ ആയതുകൊണ്ടും അതൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിൽ ഉള്ളത് കൊണ്ടും തന്നെ ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. വളരെ സന്തോഷത്തോടുകൂടി തന്നെ ഒരാളിന് ഇത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതെ, സന്തോഷത്തോടുകൂടി തന്നെയാണ്. കാരണം ഓൾറെഡി ഞങ്ങൾ ഇത് സെയിലിന് വെച്ചേക്കാം. അവർ ഓൾറെഡി സെയിലിന് വെച്ചിരിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ട് അത് കൊടുക്കുന്നു. അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാർട്ടപ്പിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് അതൊന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമഫലമാണ്. കാര്യം ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇപ്പോൾ ഇവർ ഈ പറഞ്ഞ ഡേറ്റ്സ് ആയാലും പിക്കിൾസിന്റെ കാര്യമൊക്കെ പറഞ്ഞത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും വ്യത്യസ്തമാർന്ന് ചെയ്യണമെന്നുണ്ട്. അവർ ആ ബ്രാൻഡിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാർഗം വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ഇതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വലിയൊരു ഭാഗ്യപരീക്ഷണമാണ്. ഇത്രയും മനോഹരമായ, ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള ഈ ഒരു വീട് ഒരുപക്ഷെ കിട്ടാൻ സാധ്യത നിങ്ങൾക്കാകാം. അപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ അതിൽ വേറെ നഷ്ടമൊന്നുമില്ല. ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ സമ്മാന പദ്ധതിയിൽ പങ്കാളികളുമാകാം. ഏതായാലും നിങ്ങളൊന്ന് ഒരു ഭാഗ്യപരീക്ഷണത്തിൽ ഒന്ന് പങ്കെടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ക്യാമറമാൻ അനീഷ് മംഗലത്തിനൊപ്പം രജനീഷ്, വിസ്മയാനസ്.